ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? രാഷ്ട്രീയ സംഘർഷം മുതൽ നമ്മുടെ യാത്രകളെ വരെ ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ 5 പ്രധാന കാര്യങ്ങളാ നോക്കുന്നത്. ശരി, അപ്പൊ തുടങ്ങാം. ആദ്യം തന്നെ ലോകത്തെ സംഘർഷങ്ങൾ നോക്കാം. ഒരിടത്ത് സമാധാനശ്രമങ്ങൾ, മറ്റൊരിടത്ത് യുദ്ധം. എന്തൊരു പിരിമുറുക്കമാണ് അല്ലേ? നോക്കൂ, ഒരിടത്ത് സമാധാന ചർച്ചകൾ മുന്നോട്ടു പോകുമ്പോൾ മറ്റൊരിടത്ത് സംഘർഷം രൂക്ഷമാവുന്നു. ഇതാണ് ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ അസ്ഥിരതയ്ക്ക് ഒരു മനുഷ്യമുഖമുണ്ട്. നൈജീരിയയിൽ 300-ലധികം കുട്ടികളെയാണ് സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. ഇനി ഇന്ത്യയിലേക്കു വന്നാല് ഇവിടെയും കാര്യങ്ങൾ അത്ര ശാന്തമല്ല. പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയ തർക്കങ്ങൾ ചൂടുപിടിക്കുകയാണ്. ശരി, ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ സാമ്പത്തിക രംഗത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. ഇന്ത്യയുടെ GDP 6.5% വളരുമെന്നാണ് S&P ഗ്ലോബലിന്റെ കണക്ക്. നികുതി ഇളവുകളാണ് പ്രധാനമായും ഇതിന് സഹായിക്കുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. രൂപയുടെ മൂല്യം ഇടിയാൻ സാധ്യതയുണ്ട്. $1 90 വരെ അയക്കാം. ഇതിനിടയിലും ഒരു നല്ല വാർത്തയുണ്ട്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. വലിയൊരു കുതിപ്പാണ് ലക്ഷ്യം. പ്രതീക്ഷ നൽകുന്ന ഒരു മേഖലയാണ് നിർമ്മാണം. മെയ്ഡ് ഇൻ ഇന്ത്യ ഇലക്ട്രോണിക്സ് കയറ്റുമതി 25% കൂടി. സാമ്പത്തിക രംഗം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ടെക്നോളജി കുതിക്കുകയാണ്. നമ്മുടെ ഭാവിയെ മാറ്റുന്ന ചില കണ്ടുപിടുത്തങ്ങൾ നോക്കിയാലോ? ഫിസിക്സിൽ നിന്നും ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തം. ഈ പ്ലാസ്മ ലെൻസ് പ്രപഞ്ചത്തെ കാണുന്ന രീതി തന്നെ മാറ്റിയേക്കാം. മെഡിക്കൽ രംഗത്തു നിന്നുമൊരു പ്രതീക്ഷ. ബ്രെയിൻ ട്യൂമർ ചികിത്സയ്ക്കായി പുതിയ നേസൽ നാനോഡ്രോപ്പുകൾ വികസിപ്പിക്കുന്നുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വെറും സെക്കൻഡുകൾ കൊണ്ട് 3D മാപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം MIT ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ടെക്നോളജി മുന്നേറ്റങ്ങൾക്കിടയിൽ നമ്മുടെ ഭൂമിക്കും ആരോഗ്യത്തിനും എന്ത് സംഭവിക്കുന്നു? ആ ബന്ധം നമുക്കൊന്ന് നോക്കാം. ഈ സംഖ്യ കണ്ടോ? 16 ലക്ഷം. ഇതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. ഇത് ഇന്ത്യയിലെ ഒരു വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓരോ വർഷവും ഇന്ത്യയിൽ ശ്വാസകോശ രോഗം കാരണം മരിക്കുന്നവരുടെ എണ്ണമാണിത്. പ്രധാന വില്ലൻ വായുമലിനീകരണം തന്നെ. കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഇന്ത്യക്ക് കിട്ടിയത് കനത്ത വിമർശനമാണ്. കൽക്കരിയെ ആശ്രയിക്കുന്നത് തികച്ചും അപര്യാപ്തമെന്ന് വിലയിരുത്തപ്പെട്ടു. അതേസമയം പുതിയ രോഗങ്ങളും ഭീഷണിയാകുന്നുണ്ട്. അമേരിക്കയിൽ പുതിയൊരു പക്ഷിപ്പനി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ലോകസംഭവങ്ങളെല്ലാം നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് അവസാന വിഷയത്തിലേക്ക് കടക്കാം. പ്രധാന നഗരങ്ങളിലെല്ലാം കനത്ത ട്രാഫിക് ബ്ലോക്കാണ്. പ്രതിഷേധങ്ങൾ, പണി, പിന്നെ മഴയും എല്ലാം കൂടിയാവുമ്പോ പറയണ്ടല്ലോ. കനത്ത മഴയെ തുടർന്ന് സ്കൂളുകൾ വരെ അടച്ചു. ഡൽഹിയിലാണെങ്കിൽ സ്ഥിരം ഗതാഗതക്കുരുക്കുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തേണ്ടി വരുന്നു. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. ഈ ദൈനംദിന തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞോ? ഒന്ന് ചിന്തിച്ചു.